പാണക്കാട് കൊടപ്പനക്കൽ. ഈ നാടിന്റെ മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാന്മാരാണ് ഇന്നെന്റെ കഥയിലെ നായകന്മാർ. 92-ൽ ബാബരിയുടെ മിനാരങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ ആളിപ്പടർന്നൊരു ഭയാശങ്കയുടെ സമയത്ത് ദേശീയ മാധ്യമങ്ങളെല്ലാം കേരളത്തിലൊരു കലാപം കാണാൻ വെള്ളമൂറി മലപ്പുറത്തേക്ക് ക്യാമറ തിരിച്ചപ്പോൾ ബാബരിയുടെ പേരിൽ ഈ നാട്ടിലെ ഒരമ്പലവും ആക്രമിക്കപ്പെടരുതെന്നും മലപ്പുറത്തെ ഒറ്റ ക്ഷേത്രത്തിലും ഇതിന്റെ പേരിൽ ഒരു കൽച്ചീള് പോലും വന്നു പതിക്കരുതെന്നും അതിനു നിങ്ങൾ കാവലുണ്ടാകണമെന്നും തന്റെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത് പാണക്കാട് സയ്യിദ് മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. മറ്റൊരാളുടെ വിശ്വാസത്തെയോ വികാരങ്ങളെയോ വ്രണപ്പെടുത്താൻ നമുക്ക് അധികാരമോ അവകാശമോ ഇല്ലെന്നും ഫാസിസത്തെ നേരിടേണ്ടത് അതേ നാണയത്തിലാണെന്ന് വിശ്വസിക്കുന്നവർ മൂഢസ്വർഗത്തിലാണെന്നും വിദ്വേഷത്തിന്റെ വിഷച്ചെടികൾ കേരളത്തിൽ വളരാത്തതിന് കാരണം ലീഗിന്റെ സ്നേഹവും സഹവർത്തിത്വവുമാണെന്നും അതില്ലാതാകുമ്പോൾ നാം വലിയ അപകടങ്ങളിലേക്ക് കൂപ്പുകുത്തുമെന്നും പറഞ്ഞുവെച്ചത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ദുരിതക്കയങ്ങളിൽ നിന്ന് ആശ്വാസം തേടിയ പൂമുഖത്തെ കോടിയെത്തുന്ന അവസാനത്താളെയും കണ്ട് പരിഹാരം കാണാതെ കൊടപ്പനക്കലിലെ ആ വാതിലടയാറില്ല. കേരളത്തിന്റെ നിരത്തുകളിലൂടെ പലരുടെയും ജീവനം കൊണ്ട് ചീറിപ്പായുന്ന നൂറുകണക്കിന് ആംബുലൻസുകളും കൂരയില്ലാത്തവന് വീടൊരുക്കിയ ആയിരക്കണക്കിന് ബൈത്തുറഹ്മകളും പലരും ജീവിതത്തിലേക്ക് നടന്നു കയറിയ CH സെന്ററുകളും ഈ നാടിന് സമർപ്പിച്ച അർദ്ധചന്ദ്ര താരാങ്കിലമാം ആ ഹരിത പതാക ഇനിയും ഉന്നതങ്ങളിൽ ഉയർന്നു പറക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസയോടുകൂടി മനു മിൻഹ.